ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 5 അധ്യായം 17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. മുനിസിപ്പാലിറ്റി ശുചീകരണ ജോലികൾക്കായി ഉപയോഗിച്ച കാളവണ്ടി വലിച്ചിരുന്ന കാളയെ ഒരാൾ ലേലത്തിൽ വാങ്ങി. കാളയെ തൻ്റെ വണ്ടിയിൽ കെട്ടി അയാൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ ഒരു കുഴപ്പം, എവിടെ ചപ്പുചവറുകൾ കണ്ടാലും കാള അവിടെ നിൽക്കും. വളരെ പ്രയാസപ്പെട്ടാണ് കാളയെ അയാൾ വീട്ടിലെത്തിച്ചത്. തുടർന്ന് ഓരോ ദിവസവും കാളയെ ഉപയോഗിക്കുമ്പോൾ കാള ഇതേ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു. കാളയുടെ സ്വഭാവം മാറ്റാൻ അയാൾ എത്ര ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഒടുവിൽ നിരാശനായ അയാൾ ആ കാളയെ അറവുകാർക്ക് വിറ്റു. പ്രിയമുള്ളവരെ, ഒരു പുതിയ ജീവിതത്തിന് അവസരം ലഭിച്ചു കഴിയുമ്പോൾ വീണ്ടും പഴയ പാപസ്വഭാവം ആവർത്തിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും. പഴയ പാപജീവിതത്തിലേക്ക് വഴുതി വീഴാതെ ജീവിതത്തെ വിശുദ്ധിയിലും നിർമ്മലതയിലും നമുക്ക് കാക്കാം. നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച പാപങ്ങൾ നമ്മുടെ മേൽ കർത്തൃത്വം നടത്താതെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ദൈവത്തെ ഏൽപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പാപത്തെ വെറുക്കുവാനും ദൈവമേ നിന്റെ സന്നിധിയിൽ വചനത്തിൽ വേരൂന്നി വളരുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, പാപത്തിൻ്റെ കാഠിന്യം എത്ര വലുതാണെന്ന് ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിലൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ക്രിസ്തുവിലുള്ള ലക്ഷ്യത്തോടുകൂടെ വിശുദ്ധിയിലും നിർമ്മലതയിലും ഉള്ള വഴിയിൽ സഞ്ചരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.